അപ്പോൾ നമ്മൾ തിരുപ്പൂർ സൈഡിലോട്ട് പുറപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് ഈ സൈഡിലൊക്കെ കാണാൻ പറ്റുന്ന നിലക്കടലയുടെ കൃഷിയാണ്. നിലക്കടല കൃഷിയാണ് ഈ കാണുന്നത് മുഴുവൻ. അപ്പുറത്ത് വാഴക്കൃഷിയൊക്കെ കാണാം. ഇപ്പുറത്ത് വലത്ത് വശത്ത് കപ്പ, പിന്നെ പുൽകൃഷി, പിന്നത്തെ നിറച്ച് കോഴികൾ നടക്കുന്നതാണ്, നാടൻ കോഴികളാണ്. അപ്പോൾ ശരി, നമ്മൾ തിരുപ്പൂരിലേക്കുള്ള യാത്ര ഇന്ന് രാവിലെ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ അവിടെ നല്ല മഴയായിരുന്നു. അവസാനം വന്നൊരു പെട്രോൾ പമ്പിൽ ചോദിച്ചപ്പോൾ അവർ സന്തോഷത്തോടു കൂടി നമ്മളെ അവിടെ കിടത്തി. മഴ രാത്രി പെയ്തില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ട്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ തിരുപ്പൂരിലേക്കുള്ള യാത്ര ഗ്രാമീണ വഴികളാണ്. ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ ആണ്, പക്ഷേ ഗ്രാമങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. നിങ്ങൾക്കറിയാം, തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകത തന്നെ പുളിമരങ്ങളാണ്. രണ്ട് സൈഡും നിറച്ച് പുളിമരങ്ങളാണ്. അതിൻ്റെ നടുവിലൂടെയുള്ള റോഡിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞിയൊക്കെ രാവിലെ ഫുഡ് കൊടുത്തുകൊണ്ട് അവൾ നല്ല ഉറക്കത്തിലോട്ടായി. ഇനി നമ്മൾ നേരെ വിട്ട് ഉൾക്കൊള്ളുക എന്നുള്ളത്. ഞാനും ഒരു ചായയൊക്കെ കുടിച്ചു, 2 സമോസയൊക്കെ കഴിച്ചു. അതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി മാക്സിമം തിരുപ്പൂർ എത്തിയിട്ടേ ഉള്ളൂ, പരിപാടി മറ്റ് ഇതിലോട്ടൊക്കെ പോകുന്നുള്ളൂ. ആദ്യമേ തന്നെ ഊട്ടിയാണ് നമ്മൾ ഡെസ്റ്റിനേഷനായിട്ട് കിട്ടിയത്. പിന്നീടാണ് നമ്മൾ തിരുപ്പൂരിലേക്ക് ഉള്ള യാത്ര ആരംഭിച്ചത്. ടെക്സ്റ്റൈൽസ്, തുണിത്തരങ്ങളുടെ, തുണി നിർമ്മാണത്തിൻ്റെ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ സ്ഥലമാണ് തിരുപ്പൂർ. അപ്പോൾ അവിടെ ഏതെങ്കിലും ടെക്സ്റ്റൈൽസിൻ്റെ കാഴ്ചകളൊക്കെ കാണാം എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തമിഴ്നാട്ടിലെ ഗ്രാമീണ വഴികളിലൂടെയുള്ള യാത്ര വളരെ മനോഹരമാണ്. പിന്നെ നമ്മുടെ മഴക്കാലം ആരംഭിച്ചതുകൊണ്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. രാവിലെ തന്നെ ഇറങ്ങിയില്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഉച്ച കഴിയുമ്പോൾ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ മഴ തുടങ്ങും. പക്ഷേ ഈ സൈഡ് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. ഏകദേശം ഒരു കമ്പം, തേനി ആ ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മഴയുടെ പ്രശ്നങ്ങൾ വരില്ല. അപ്പോൾ ഒരു 4-5 ദിവസം കൂടി നമ്മുടെ മഴയുടെ ഒരു ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും. അതിനുശേഷം ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗങ്ങളിലോട്ടാണ് പോകുന്നത്. അവിടെ ജൂൺ, ജൂലൈ മാസങ്ങളിൽ നല്ല ചൂടിൻ്റെ സമയമാണ്. അപ്പോൾ ആ പ്രദേശങ്ങളിലോട്ട് പോയി മധ്യപ്രദേശിലോട്ട് കയറുമ്പോഴത്തേനും ആ ഭാഗത്തൂടെ മഴ വരും. അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മഴയാണ് നമുക്ക് ഏറ്റവും വലിയ തടസ്സമായിട്ട് നിൽക്കുന്നതെന്ന് നമുക്ക് മുൻ യാത്രകളിലും നമുക്കറിയാം. കാരണം സൈക്കിളിലായതുകൊണ്ടാണ്. വണ്ടിയിലൊക്കെയാണെങ്കിൽ ഒരു ഡെസ്റ്റിനേഷൻ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റും. പക്ഷേ സൈക്കിളിൽ അത് സാധിക്കില്ല. കുറേയൊക്കെ കയറ്റങ്ങളുള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഊട്ടിയിലോട്ട് കയറിയപ്പോൾ മഴയായിരുന്നു, ഊട്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴും മഴയായിരുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ സൈറ്റ് സീയിങ്ങിനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഒരു മലകളൊക്കെ കയറണമെന്ന് വെച്ചൊന്നും നടക്കുകയാണ്. പിന്നെയുള്ള ഗുണം എന്ന് പറഞ്ഞാൽ മലകളിലെ വെള്ളച്ചാട്ടങ്ങൾ, അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. ആ ഒരു പ്രതീക്ഷയിലൊക്കെയാണ് ഈ ഭാഗത്തേക്ക് പോകുന്നത്. മഴ വരുമ്പോൾ പുതിയ മലകളുടെ മുകളിൽ നിന്നുള്ള വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ യാത്ര ചെയ്യുകയാണ്. ഏതായാലും സാഹസികമായ ഈ യാത്ര 8 മാസമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. ഒരു അടിപൊളി സ്ഥലം കണ്ടപ്പോൾ ഞങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്താണ്. ഇത് കണ്ട് ഇവിടെ മുഴുവൻ കപ്പയാണ്, മരച്ചീനി കൃഷിയാണ്, കപ്പ കൃഷി, വാഴക്കൃഷിയൊക്കെയാണ്. നമ്മുടെ സൈക്കിൾ ഇതേ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇരിക്കുന്നത്. ഒരു പുളിമരത്തിൻ്റെ ചുവട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കുഞ്ഞിക്ക് ഓടിക്കളിക്കാനുള്ള ഒരു സ്ഥലം കിട്ടി, ഏക്കർ കണക്കിന് സ്ഥലം. അപ്പോൾ കുഞ്ഞി ഒന്ന് ഓടിക്കളിച്ചേ. കുഞ്ഞിപ്പെണ്ണ് ഓടിക്കളിക്കുകയാണ്. ഇത് കണ്ടോ, ഇനി വാ
അത്ര ഒരുപാട് ദൂരെ പോകണ്ട. ഇങ്ങോട്ട് വന്നേ കുഞ്ഞിപ്പണേ, കുഞ്ഞിയേ ഇനി വാ. അവിടെ ഓടിക്കളിയാണ് ഇപ്പം നടക്കുന്നത്. അവൾ തുള്ളിക്കളിച്ചതേ എങ്ങാണ്ടെല്ലാം പോയി മണത്തിട്ട് ചുമയ്ക്കുന്ന തുമ്മുന്ന സ്ഥിരം പരിപാടി. ഇനി വാ, അങ്ങോട്ട് പോകണ്ട, ദൂരെ പോകല്, മയിൽ വരും. അപ്പോഴത്തെ തിരുപ്പൂർ ഹൈവേയിലാണ് നമ്മളുള്ളത്. അടിപൊളി കാഴ്ചകളാണ് മൊത്തത്തിൽ. ഇതുണ്ടോ നമ്മുടെ നൊങ്ക് കരിമ്പനകൾ, നിറയെ കായുമായിട്ട് നിൽക്കുന്ന കരിമ്പനകളാണ്. ഇതൊക്കെ വെട്ടിയാണ് വഴി സൈഡിൽ മുഴുവൻ ആൾക്കാർ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ തെങ്ങുംതോപ്പ്, ധാരാളം തെങ്ങുംതോപ്പാണ്. കേരളത്തിൽ നമുക്ക് ഇതുപോലുള്ള കാഴ്ചകൾ കാണാൻ വളരെ വിരളമാണ്. അവൾക്ക് ഓടിക്കളിക്കാൻ ഒരു സ്ഥലം കിട്ടിയപ്പോൾ അവൾ സന്തോഷിച്ച് നടക്കുക, അടിച്ചു പൊളിച്ച്. ഇവിടെ എങ്ങോ നായ്ക്കളൊക്കെ വന്നതിൻ്റെ മണമൊക്കെ പിടിച്ച് നടക്കുകയാണ്. ഇതിലേ വാ, ഇതിലേ വാ, വാ ഇനി വന്നേ കുഞ്ഞി, ഓടി വന്നേ കുഞ്ഞിപ്പണേ, ഡി ഇവിടെ. കുഞ്ഞി അങ്ങോട്ട് പോകല്, ഇങ്ങോട്ട് പോ. അയ്യോ, വഴിയിലോട്ടൊന്നും പോയേക്കല്ല്, വണ്ടിക്കടി പ്ലഞ്ചേന്നടിക്കും. ഉറുമ്പ് കടിക്കും, എന്നിട്ട് കിടന്ന് തുമ്മി ഇടപാട് തീരും കേട്ടോ. നമ്മൾ അതിക്രമിച്ച് കയറിയതാണ്. ഒരു പാലൈവനമാണ്. അവിടുത്തെ ഈ മുൾച്ചെടി ആണ് ഇവിടുത്തെ ഏറ്റവും സംഭവം. നല്ല തണലും കിട്ടും. ഈ തണലത്തൊക്കെ ഒന്ന് നമുക്ക് ഇരിക്കാനും പറ്റും. അവൾക്കിവിടെ ഇഷ്ടപ്പെട്ട്, അവൾക്ക് ഓടിക്കളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലം. തമിഴ്നാട്ടിൽ കയറി കഴിഞ്ഞപ്പം നമ്മൾ ആദ്യമായിട്ട് ഒരു രഥം കാണുകയാണ്. ഒരു രഥമല്ല, 2 രഥങ്ങളുണ്ട്. ഈ ക്ഷേത്രത്തിലെ രഥങ്ങളാണ്. ശിവക്ഷേത്രമാണ് കേട്ടോ, ശിവക്ഷേത്രമാണ്. പണ്ടൊക്കെ ഗോൾഡൻ കളറൊക്കെ അടിച്ചിരുന്ന ക്ഷേത്രങ്ങൾ ഇപ്പോൾ മാറി ഫുള്ള് കളർഫുള്ളാണ്. അടിപൊളി കളർഫുള്ളായിട്ടുള്ളൊരു ഗോപുരം. അതിനോടനുബന്ധിച്ചത് ദേവിയുടെ തിടമ്പെടുക്കുന്ന രഥമാണ്. വലിയൊരു രഥവും ഒരു ചെറിയ രഥവുമുണ്ട്. അപ്പോൾ ഈ കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ ഇവിടെ നിന്ന് മുന്നോട്ട് പോവുകയാണ്. തിരുപ്പൂർക്കുള്ള യാത്രയിലാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടത്. അപ്പോൾ വളരെ മനോഹരമായി തോന്നി. അതുകൊണ്ടാണ് പോളിഷ് ചെയ്തിട്ടിരിക്കുകയാണ്. നിറയെ ക്യാമറകളുണ്ട് കേട്ടോ, നിറയെ ക്യാമറകളൊക്കെ വെച്ചിരിക്കുന്ന ഒരു രഥമാണ്. അപ്പുറത്ത് ചെറിയൊരു രഥം കിടക്കുന്നു. അപ്പോൾ നമ്മൾ സേലം കൊച്ചി ഹൈവേയിലോട്ട് കയറാൻ പോവുകയാണ്. 34. അപ്പോൾ അതിലൂടെ തിരിഞ്ഞിട്ട് വേണം നമുക്ക് പളനി റൂട്ടിലോട്ട് പോകാൻ. അപ്പോൾ തിരുപ്പൂർക്ക് ഡയറക്റ്റ് നമ്മൾ പോകുന്നില്ല. തിരുപ്പൂർ ഇനി 16 കിലോമീറ്റർ കൂടിയാണ് ഉണ്ടായിരുന്നത്. നമ്മൾ തിരുപ്പൂരിൻ്റെ ഔട്ടർ ഏരിയയിൽ കൂടെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ യാത്ര അടുത്ത തമിഴ്നാടിൻ്റെ പ്രധാന കേന്ദ്രമായ പളനിയിലേക്കാണ്. അതിനുശേഷം തെക്കൻ പ്രദേശങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. വടക്കൻ പ്രദേശത്തു നിന്നാണ് നമ്മൾ വന്നത്. തെക്കൻ പ്രദേശങ്ങളിലേക്കാണ് നമ്മളിനി പോകുന്നത്. അപ്പോൾ പളനിയിലേക്കുള്ള യാത്ര തിരുപ്പൂർ റൂട്ടിൽ വന്നിട്ടാണ് നമ്മൾ പളനിയിലേക്ക് കയറിയത്. അപ്പോൾ അതൊരു ഇച്ചിരി ദൂരെ കൂടുതലാണ്. എങ്കിലും നമുക്ക് ഗ്രാമീണ കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രദേശമായതുകൊണ്ടാണ് ഞാൻ ആ റൂട്ട് തിരഞ്ഞെടുത്തത്. എന്നാൽ നമ്മൾ തിരുപ്പൂരിലേക്ക് പോകുന്നില്ല. തിരുപ്പൂരിൻ്റെ ഉള്ളിലോട്ട് ചെന്നിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. തുണിത്തരങ്ങളുടെ ഒരു ഏരിയയാണ്. ഞാൻ 1-2 നെയ്ത്തിശാലകളിലൊക്കെ ചോദിച്ചു നോക്കി. അപ്പോൾ അവിടെ മാനേജർമാരോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ അത് കയറി കാണാനുള്ള അവസരം കിട്ടുമെന്ന് ഞാൻ ശ്രമിച്ചായിരുന്നു. പക്ഷേ മാനേജർമാരൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് രാവിലെ ആയതുകൊണ്ട് അവർ 10-10:30 വരുമ്പം. അതുകൊണ്ട് നമുക്കതിനുള്ള സാധ്യത ഉണ്ടായില്ല. അതുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഇനിയും ധാരാളം തുണി മില്ലുകളൊക്കെ തിരുപ്പൂരുണ്ട്. അപ്പോൾ ഈ ഔട്ടറിൽ കൂടെ പോകുമ്പം അത് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
ശ്രമിച്ചു നോക്കാം. മുമ്പിലൊരു വലിയ ടെക്സ്റ്റൈൽ മില്ല് കാണാം. അപ്പം നമ്മുടെ യാത്ര മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാടിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ ഇതെല്ലാം റിയൽ എസ്റ്റേറ്റുകാർ വിൽക്കാനിട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇതെല്ലാം റിയൽ എസ്റ്റേറ്റ് ഏരിയയാണ് മൊത്തം. റിയൽ എസ്റ്റേറ്റുകാർ തിരിച്ചിട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. നമ്മൾ ഇവിടുന്ന് മേട്ടുപ്പാളയത്തു നിന്ന് വരുമ്പോൾ 2.8 ലക്ഷം രൂപ മുതൽ 5.8 ലക്ഷം രൂപ വരെയുള്ള പ്രോപ്പർട്ടികൾ ഹൈവേയുടെ സൈഡിൽ കണ്ടു. സ്റ്റേറ്റ് ഹൈവേയുടെ സൈഡിലാണ് ധാരാളം പ്രോപ്പർട്ടി ഇതുപോലെ ബോർഡ് വെച്ചിട്ടുണ്ട്. 2.8 to 5.8. ഏറ്റവും ബാക്കിലൊക്കെ 2.8 സെൻറ്റിന്. ഫ്രണ്ടിലോട്ട് വരുന്നതോറും 5.8 ആണ്. അപ്പോൾ നിറയെ വാഗമരങ്ങൾ നിൽക്കുന്ന ഒരു സൈഡിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വലിയ പ്രായമില്ലാത്ത വാഗമരങ്ങളാണ്, വലിയ വണ്ണമില്ല. പുളിമരങ്ങളും വാഗമരങ്ങളും നിറഞ്ഞൊരു പ്രദേശമാണിത്. അപ്പോൾ ശരി, നല്ല കാറ്റടിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പതിയെ മുമ്പോട്ട് പോവുകയാണ്. ഇന്നർ റോഡ് പിടിക്കാവോ എന്നറിയില്ല. ഏതായാലും ഔട്ടർ പിടിച്ച് നമ്മൾ പോവുകയാണ്. അപ്പോഴത്തെ രാവിലെ കുഞ്ഞി ഞാനിവിടെ നടക്കാൻ ഇറങ്ങിയതാണ്. ഉണ്ടോ? നാളെ തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു ആണ് നമ്മുടെ കുഞ്ഞി. കണ്ടോ? ഓട്ടത്തിന് ഒരു കുറവുമില്ല. എന്നെക്കൊണ്ട് വീഡിയോ എടുപ്പിക്കുകയില്ല. അപ്പോൾ ഇന്നലെ വന്നിട്ട് നമ്മൾ ഇവിടെയാണ് കിടന്നുറങ്ങിയത്. സൈക്കിളൊക്കെ കയറ്റി വെച്ച് ഇവിടെ കിടന്നുറങ്ങി. ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിൻ്റെ തൊട്ടടുത്തുള്ള ATMൻ്റെ അടുത്താണ്. അതുപോലെ തന്നെ നമുക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ആ കാണുന്ന ബേക്കറി ഫുഡെല്ലാം കിട്ടുന്ന സ്ഥലമാണ്. ഫാസ്റ്റ് ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. മോഡേൺ ബേക്കേഴ്സ് അവിടെ അത് മലയാളികളുടെയാണ്. അതുകൊണ്ട് ഇവിടെ മാത്രമല്ല, ഇതാണ്ട് ആ സൈഡിലും മലയാളീസിൻ്റെ കടകളുണ്ട്. അപ്പോൾ ഇത് പളനിക്ക് പോകുന്ന വഴിയാണ്. ഇത് തിരുപ്പൂർ പോകുന്ന വഴി. അപ്പോൾ ഇനിയിപ്പം നമുക്ക് പറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, പഴയ ട്രാക്ടറിൻ്റെ ചരിത്രം പറഞ്ഞ പോലെ തന്നെ ഉള്ള ചരിത്രമാണ്. ഇവിടെ ട്രാക്ടറിന് പകരം ടോറസുകളാണ് പാഞ്ഞത്. അതുകൊണ്ട് നമുക്കൊരു നല്ല പണി കിട്ടി. നല്ല പണിയെന്ന് പറഞ്ഞാൽ മുട്ടൻ പണി, 8ൻ്റെ പണി. ഒരു 8 കമ്പി പൊട്ടിക്കിട്ടി. 8 കമ്പി പൊട്ടിയെന്ന് പറഞ്ഞാൽ എഡ്ജ് തന്നെ പ്രശ്നം. എഡ്ജിൽ ചാടിയിട്ട് 8 കമ്പി പൊട്ടി കിട്ടി. പക്ഷേ ഇപ്പോൾ ഇവിടെ അടുത്തെങ്ങും സൈക്കിൾ വർക്ക്ഷോപ്പ് തപ്പിയിട്ട് കിട്ടുന്നില്ല. ഇവിടെ ഒരു വർക്ക്ഷോപ്പ്, ബൈക്കിൻ്റെ വർക്ക്ഷോപ്പ് അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അവർ കമ്പിയൊക്കെ കെട്ടിക്കൊടുക്കുന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ പോയൊന്ന് നോക്കണം. അല്ലെങ്കിൽ നേരെ തിരുപ്പൂർ പോകണം ബസ്സൊക്കെ കയറി. അപ്പോൾ ഇന്ന് മിക്കവാറും കുറച്ച് സമയം കഴിഞ്ഞേ ഉള്ളൂ യാത്ര തിരിക്കാൻ പറ്റത്തുള്ളൂ. 10 മണിയാവും കടകളൊക്കെ തുറക്കുമ്പോൾ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ബസ്സിൽ കയറി ടയർ കഴിച്ച് പോകണം. അപ്പോൾ ടയർ ഇവിടെ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ആ മോഡേൺ ബേക്കേഴ്സിൻ്റെ ബൈക്കിൽ കുഞ്ഞിനെയും സാധനങ്ങളും ഒക്കെ ഇറക്കി വെച്ചിട്ട് അടുത്ത ബസ് പിടിച്ച് സ്ഥലം വിടാമെന്ന് വിചാരിക്കുന്നു. 10 മണിയാകുമ്പോഴത്തേനേ ഉള്ളൂ. ഇപ്പോൾ സമയം 6:30 ആയതേ ഉള്ളൂ. നമ്മൾ പളനി റൂട്ടിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനാണ് ഇതിന് മുമ്പിൽ. അത് തിരുപ്പൂരിൽ നിന്ന് വരുന്ന വഴിയാണ്. അതുവഴിയാണ് ഞാനിപ്പോൾ കടന്നു വന്നത്. അപ്പോൾ ഈ റൂട്ടിലാണ് നമുക്ക് പോകേണ്ടത്. വളരെ മനോഹരമായൊരു കാഴ്ചകളാണ് ഇവിടുന്ന് കിട്ടുന്നത്. നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഒരു ചെറിയ ഗ്രാമമാണ് ഈ സൈഡിൽ കാണുന്നത്. നമ്മൾ കോയമ്പത്തൂരിൽ നിന്നും പളനിയിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്തിരിക്കുന്നത് ഈ ഗ്രാമമൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടോ, മൊത്തം പാലമരമാണ്. മരുഭൂമി പോലെ കിടക്കുന്നത്. അതിലാണ് ഇവർ പാലമരം എന്ന് പറയുന്നത്. നല്ല കാറ്റാണ്, കാറ്റുണ്ട്. അപ്പോൾ സൈക്കിള് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. സൈക്കിള് തുള്ളിക്കളിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. സൈക്കിൾ തുള്ളിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിതേ ഇച്ചിരി വെയിലുണ്ട്, അതുകൊണ്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടി കുഞ്ഞ് കിടക്കുകയാണ്. അമ്മമാരൊക്കെ ഓണടിച്ച് നമ്മളെ ഇതാക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ആളെ കണ്ടു. അദ്ദേഹം ലേ ലഡാക്കെല്ലാം ബൈക്കിൽ പോയിട്ട് വന്ന ആളാണ്. അങ്ങനെ ധാരാളം ട്രാവലേഴ്സിനെ നമ്മൾ വഴിയിൽ കാണുന്നുണ്ട്. അതുതന്നെ വലിയ കാര്യമാണ്. അത് സൂര്യൻ അങ്ങോട്ട് പോയി.
നമ്മൾ സൈക്കിളിൻ്റെ കമ്പി പൊട്ടിയതിനാൽ നമ്മൾ പോയി അതൊക്കെ തിരുപ്പൂര് കൊണ്ട് വന്നതാണ്. അതുകൊണ്ട് ഇന്ന് ഉച്ച കഴിഞ്ഞാണ് യാത്ര തിരിക്കുന്നത്. എന്നാലും ഒരു 10-35 കിലോമീറ്റർ ഇന്ന് യാത്ര ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി പളനിയിലേക്ക് ഒറ്റ ദൂരമാണ് 89 കിലോമീറ്റർ. 89 കിലോമീറ്ററാണ് പളനിയിലേക്കുള്ളത്. നാളെ ഒരു ഉച്ചയോടുകൂടി പളനിയിലെത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്.